പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരന് കുറച്ച് പറയാനുണ്ട്, അതൊന്ന് കേൾക്കുക. പറയുന്ന കാര്യമാണ്. അപ്പൊ എന്താ പറയാ, ഇനി പറ്റുന്നുണ്ടെങ്കിൽ തകണം ഇഞ്ചൊരു പേരുണ്ടാവണം. അയക്കുമ്പാടം നട്ട് ബോംബിട്ടാണ് തകർക്കും. എന്ത് ഇച്ചുള്ളൂ പറയില്ല. അല്ലാതെ നമ്മളിത് എന്ത് കാര്യം പറഞ്ഞു നമ്മളിപ്പോഴും പറഞ്ഞു ചെയ്യാത്തൊരു കുറ്റത്തിൽ നിങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയാ ഇതൊക്കെ ഉണ്ടാകുന്നത് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തന്നാണ്. പിന്നെ ഇതിൽ ഈ കമന്റ് ബോക്സിൽ വന്നാണ്ടും അതേപോലെ ഞാനൊരു പബ്ലിക്കിന് ഒരു നമ്പർ കൊടുത്തില്ല. ആ നമ്പറിൽ വന്നാണ്ട് അതിക്ക് വേണ്ടാത്ത കാരണം ആ ഫോണ് എന്റെ പെരയിൽ വെക്കണം. എന്റെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഫോണാണത്. കാരണം കുട്ടികളൊക്കെ അതിൽ വേണ്ടാത്ത വീഡിയോസ് ഫോട്ടോകളൊക്കെ വിട്ടുകൊണ്ട് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതുകൊണ്ടൊന്നും തളരുന്ന ആളല്ല ഞാൻ. പക്ഷെ എന്താ പറയുക, നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടാണ് ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് കാണുമ്പോ ചില ആൾക്കാർക്ക് അല്ലേ പറ്റണില്ല. അപ്പൊ ആ ഒരു വിഷയം ഉണ്ടായതില് ആളട്ട് പറഞ്ഞിരിക്കണ് അത് നമ്മള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. തെറ്റ് ചെയ്യാത്ത പക്ഷെ ഇനി പറയണവർക്ക് പഠിച്ചോ കൊടുക്കട്ടെ തന്നെയാണോ പറയുന്നത്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെയും അയാളുടെ ബീബിയുടെയും സംഭാഷണം കേട്ടല്ലോ. ഇവര് പറയുന്നത് നിങ്ങൾക്കൊക്കെ അസൂയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ ഇവര് ചെയ്ത ചെറ്റത്തരമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാണ്ടിക്കാട് കുഞ്ഞാനെ മാത്രമാണ്. അയാളടക്കം എൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ചതുമാണ്. അത് അയാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാവും. വായിസ് പാലക്കാട് അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തെറി കിട്ടുന്നതുകൊണ്ട് ഞാൻ കമൻറ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് ആ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് 100% പറയാനുള്ളത് അത് ഉഡായിപ്പ് തന്നെ. അതിൽ ഒരു മാറ്റവുമില്ല. ഇവരിത്രയും വലിയ സമ്പത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പല രീതിയിലുള്ള ഉഡായിപ്പുകളുണ്ട്. പിന്നെ കുറേ പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ട്. എന്ത് പ്രൊമോഷൻ ചെയ്താലും ഇത്ര വലിയതൊന്നും കിട്ടില്ല. അപ്പോൾ അയാൾ കണ്ടില്ല, ആ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് അയാൾക്ക് 7 ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞത്. ആലോചിച്ച് 7 ലക്ഷം. ഒരു പരസ്യം ചെയ്തതിന് 7 ലക്ഷം രൂപ. എന്തിനാ 7 ലക്ഷം രൂപ? അതന്നെ പോരെ. 7 ലക്ഷം രൂപ എന്തിനാണ് ബായ് ഒരു പരസ്യം ചെയ്യണം? അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ കാണുന്നവരായിക്കോട്ടെ, നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ എന്നെ പോലെ ഒരു ബ്ലോഗർ അല്ലെങ്കിൽ ഒരാളെ വിളിക്കുമ്പോൾ 7 ലക്ഷം രൂപ എന്തിനാണ് കൊടുക്കുന്നത്? 7 ലക്ഷം രൂപയാണോ പരസ്യം? അതിൽ തന്നെ ഒരു ഉടായ്പാണെന്ന് മനസ്സിലായിക്കൂടെ? അതൊന്നാമത്തെ വിഷയം. പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാനും ബീവിയും പ്രാകുന്നുണ്ട്. പ്രാക്കൊന്നും ഇവിടെ തട്ടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത തെറ്റിനാണ് പരിഭവിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നുണ്ട് അസൂയാണ് ആളുകൾക്ക്. എന്ത് അസൂയാണ് നിങ്ങളോട്? ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും അവർ വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിമിഷം നേരം കൊണ്ട് അവർ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ, അതായത് അവർ നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോഴും ഞാൻ 100% അടിച്ച് പറയാം, നിങ്ങളെ ഫോളോ ചെയ്യുന്നവരൊക്കെ നിങ്ങളെ ബ്ലോക്ക് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഥ